ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല സാർ. ഓക്കെ, ഇത് യൂട്യൂബിലിടും. നിങ്ങളെ പേരും പറയണ്ട, ഒന്നും പറയണ്ട. കുഴപ്പമുണ്ടോ? റൈറ്റ്, ഓക്കെ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് നേടേണ്ടത് പറയാം. എന്താണ് ഈ ഒരു ഞാനൊരു 15 മിനിറ്റാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആ 15 മിനിറ്റിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ക്ലാരിറ്റി എന്താ വേണമെന്ന് പറയാം. എനിക്കെന്താ വേണ്ടതെന്ന് വെച്ചാല്, ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് വേണ്ടതെന്ന് വെച്ചാല്, അത് എനിക്കൊരു എന്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠത്തിൽ നിന്ന് എനിക്കെന്റെ ഒരു ഡ്രീമാണ് മറ്റുള്ളവരെ കൈപ്പിടിച്ച് ഉയർത്തുക എന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന് എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, +2 ഉള്ളൂ. പിന്നെ എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അപ്പൊ എനിക്കതൊന്ന് വളർത്തിയെടുക്കാൻ ആഗ്രഹമുണ്ട്. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇതിപ്പം എന്തെങ്കിലും ഏത് രീതിയിൽ ഇപ്പം നിങ്ങൾ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങൾ പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ ലൈഫിനെ ഇത് ചെയ്യാന്നുള്ള ഒരു വെളിച്ചം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആണെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ? അതെ അതെ അതെ, അതിപ്പം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യില്ല. ഒരു ബിസിനസ് ഉണ്ടായിരുന്ന ബിസിനസ് നിർത്തി ഇപ്പൊ ഇതിലേക്ക് വരാനും ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? രണ്ടാഗ്രഹമുള്ളത്. ഒന്ന് എന്റെ മുന്നില്, 2 ഓപ്ഷൻ എന്റെ മുന്നിലുണ്ട്. അല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം തരാം. ഒന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഓക്കെ സാർ പറയും. ഓക്കെ, എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്? രണ്ടും കൂടെ പറയത്. ഏതൊന്നും ആദ്യം പറയാം, അതേ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ചെയ്യാൻ പറ്റും. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു 15 മിനിറ്റിനുള്ളിൽ എന്താണ് ക്ലാരിറ്റി കിട്ടേണ്ടത്? എവിടെ നിങ്ങൾക്ക് എന്റെ സഹായം വേണ്ടത്? എനിക്ക് വേണ്ടത്, എനിക്ക് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. മറ്റുള്ളവരെ എങ്ങനെ, ഇപ്പൊന്ന് വെച്ചാൽ ഒരാള് എന്തെങ്കിലും പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും അവർക്ക് സോൾവ് ചെയ്ത് കൊടുക്കണം. എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ ഏത് ഏരിയയിലാണ് നിങ്ങളുടെ എക്സ്പെർട്ടീസ്? ഏത് ഏരിയയിലാണ് നിങ്ങളുടെ എക്സ്പെർട്ട് ആയിട്ടുള്ളത്? ഒരുപാട് ആൾക്കാർ, ഇപ്പൊ എനിക്ക് ഒരാളെ സഹായിക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാര് വ്യത്യസ്ത രീതിയിൽ. എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരാളിപ്പോ ഒരു ഡൈവോഴ്സ് കഴിഞ്ഞ വ്യക്തിയാണ്. അവര് ആകെ തളർന്ന് ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റും? അതുപോലെ തന്നെ രണ്ടാമത്തെ, അതുപോലെ ഓരോ പ്രയാസങ്ങളിൽ പെട്ടിട്ട് അവര് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഒരു മെസ്സേജ് കൊടുക്കണം. അതിന് എങ്ങനത്തെ ബുദ്ധിമുട്ട് ഒരാൾക്ക് ഉണ്ടാവും? കാല് പൊട്ടിയ ഒരാളെന്ന് വിചാരിക്കുക, കാല് മുറിഞ്ഞ അല്ല, ഒരാൾ പ്രായം ചെന്ന ഒരാളായിരിക്കാം. ഒരാൾക്ക് ചിലപ്പം മെന്റലി ഇഷ്യൂ ഉള്ള ആൾ. എങ്ങനത്തെ ആളാണ്? നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റണം. എങ്ങനത്തെ ആളാണ് നിങ്ങളെ ക്ലയൻസ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളെ കസ്റ്റമർ അവതാർ ആരാന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ മാർക്കറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. ശരിയല്ലേ? അംഗീകരിക്കണ്ടോ നിങ്ങള്? നിങ്ങൾ ശ്രദ്ധിക്കണില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് തരണം. എന്ത് ഇഷ്യൂ ആണ് മാർക്കറ്റിലുള്ള, എന്ത് ഇഷ്യൂവിനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യണത്? ഒന്ന് പറഞ്ഞു, ഒറ്റ സെന്റൻസിൽ പറഞ്ഞു തരണം എനിക്ക്. എന്ത് ഇഷ്യൂ ആണ്? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരുപാട് രോഗികൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു വന്ന് വിചാരിക്കാം. ഒരുപാടുണ്ട്, 100-200 രോഗികൾ ഒരുമിച്ചിട്ട് ഇങ്ങനെ നടന്നു പോണ്. അതിൽ ഒരു രോഗിക്ക് ഉള്ള ഇതെന്ന് വെച്ചാൽ കാലിന്റെ എല്ല് പൊട്ടിക്കണ്. അപ്പം ആ പോണ വഴിക്ക് തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കൊക്കെ ഇയാൾ പോവോ?
ഇല്ല ഇല്ല, ആരെങ്കിലും ഒരാളത്തേക്ക് ആ പോവുള്ളൂ. ആ എങ്ങനത്തെ ആളെടുത്തേക്ക് പോകുള്ളൂ? എല്ലിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ അത് അടുത്തേക്കല്ലേ പോകുള്ളൂ? ഓർത്തോ എക്സാക്ട്ലി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്കേ കറക്റ്റ്, പോവുള്ളൂ. എക്സാക്ട്ലി കറക്റ്റ്. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒരു ഓർത്തോപീഡിക് സർജൻ ആരാന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുക അവിടെ. ഓക്കെ, നിങ്ങളാണ് അവിടെ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഓക്കെ. റൂട്ടൊക്കെ കൂടെ എല്ലാവരും, ആരും തന്നെ നിങ്ങളെ കസ്റ്റമർ അല്ല. മനസ്സിലാവുണ്ടോ? ആരും തന്നെ നിങ്ങൾ കസ്റ്റമർ അല്ല. കാല് പൊട്ടിയ, കൈ പൊട്ടിയ, ബോൺസ് ഒക്കെ പൊട്ടിയ ആൾക്കാർ മാത്രമാണ് നിങ്ങൾ കസ്റ്റമർ. എത്ര പേര് ഇത് അംഗീകരിക്കേണ്ടി എസ് ടൈപ്പ് ചെയ്യാം ചാറ്റിൽ? ഓക്കെ, നിങ്ങൾ ഇത് അംഗീകരിക്കണ്ടോ? ഓക്കെ, അംഗീകരിക്കുന്നുണ്ട്. അല്ലേ? അപ്പോൾ നിങ്ങൾ ശരിക്കും ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യാതെ നിങ്ങൾ അവിടെ ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാൻ പോകില്ല. ആരും തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അപ്പൊ എങ്ങനത്തെ ആൾക്കാരെയാണ്? ഡിവോഴ്സ് കേസാണോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷമാണ്, ഡിവോഴ്സിന് ശേഷമാണ്? എങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിന്ന് അവരെ ചേർത്ത് നിർത്താൻ എനിക്ക് സാധിക്കണം. എങ്ങനത്തെ അവർക്കൊരു ഒറ്റപ്പെട്ടെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് ഒറ്റപ്പെട്ടുണ്ടാവും, കല്യാണത്തിന് ശേഷം ഒറ്റപ്പെട്ടുണ്ടാവും, ആ ചിലപ്പോൾ മരിച്ചിട്ട് ഒറ്റപ്പെട്ടുണ്ടാവും, ചിലപ്പം ഡിവോഴ്സ് അതെ ചെയ്ത് ഒറ്റപ്പെട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മെയിലായിരിക്കും, ചിലപ്പോൾ ഫീമെയിൽ ആയിരിക്കും, ചിലപ്പോൾ 50 വയസ്സിന് മേലായിരിക്കും, ചിലപ്പോൾ 24 വയസ്സിന് താഴെ ആയിരിക്കും. എങ്ങനത്തെ ആള്? ഞാൻ ഉദ്ദേശിച്ചത് ഉം. അതിനെ അവരൊക്കെ ചേർത്ത് നിർത്താൻ അവരില്ല പറ്റുന്ന അവരില്ല ഡൈവേഴ്സ്. അവരില്ല അവരില്ല ഒരാള് പറയാം. ഒരാളെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ എല്ലാം കിട്ടുള്ളൂ. നമ്മൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ റോട്ടും കൂടെ പോണ എല്ലാ രോഗികളും പെട്ടതില് ഓക്കെ. വേണ്ട. നിങ്ങൾ ഒരാളെ ഡിഫൈൻ ഇപ്പൊ ചെയ്യാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഓക്കെ, എനിക്ക് ഇപ്പൊ ഡൈവോഴ്സ് ആയ ഒരാൾക്ക് ആ, അവൾക്ക് അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാം എന്ന് ആ. എനിക്ക് ഇപ്പൊ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇപ്പൊ ക്ലിയർ ആയി നിങ്ങൾ ഓക്കെ. ഡിവോഴ്സ്. അപ്പൊ നിങ്ങളെ ക്ലയൻസ് ആരോന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ ഒരു നാളെ ഒരു കോൺഫറൻസിൽ പോകുന്ന വിചാരിക്കാം, മീറ്റിങ്ങിന് പോകുന്ന വിചാരിക്കാം. ഓക്കെ, ഉം, മനസ്സിലാക്കാം. നിങ്ങൾ ഉം, ഒരു മീറ്റിങ്ങിന് പോകുന്നു. ഉം, ഉം, അപ്പൊ നിങ്ങളെ ഉം, പേരാണ് അവിടെ വിളിച്ച് പറയണത്. നിങ്ങളെ പേര് പറയണ്ട, നിങ്ങളെ പേര് XYZ എന്ന് വിചാരിക്കാം. നിങ്ങളെ പേരാണ് അവിടെ വിളിച്ച് പറയാന്ന് വിചാരിക്കാം. ആ പേരിന്റെ ഉം, താഴെ ഉം. എന്തെങ്കിലും പറയണല്ലോ, ഇയാൾ ആരാന്നുള്ള അറിയണ്ടേ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താ എന്ന് പറയാം. എനിക്കത് സത്യം പറഞ്ഞാൽ അത് എങ്ങനെ ആക്കണം എന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ഇപ്പൊ എന്റെ സഹായിക്കണത്. ആഗ്രഹം. അതാണ് ഞാൻ ഇപ്പൊ സഹായിക്കണം. അത് വന്നാല് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എവിടെയാണ് എത്തിപ്പെടേണ്ടത് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അവിടെ എത്തിപ്പെടാൻ ആഗ്രഹമുണ്ടോ? അതിനുള്ള റൂട്ട് സാറ് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്നാലാണ് ഞാൻ അവിടെ എത്തിപ്പെടേണ്ടത്. ഇല്ല, ഞാൻ എന്ത് കാരണം ചെയ്യണമെന്ന് ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞില്ല. നിങ്ങൾ തന്നെ പറയും ഇങ്ങോട്ട്. നിങ്ങൾ തന്നെ പറയും ഇങ്ങോട്ട്. ഓക്കെ, നമ്പർ 1. അപ്പോൾ നിങ്ങൾ എന്താ അവിടെ നിങ്ങളെ പേര് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്തായിരിക്കണം? നിങ്ങളൊരു കോൺഫറൻസ് വിളിച്ചു, നിങ്ങൾ ഭയങ്കര അതിൽ എക്സ്പേർട്ടാന്ന് വിചാരിക്കാം. നിങ്ങളൊപ്പം എന്തായിരിക്കും? ഇപ്പൊ എന്നെ വിളിക്കുകയാണെങ്കിൽ അതുപോലെ ലീഡർഷിപ്പ് മാസ്റ്റർ കോച്ച് എന്നാ പറയല്. അത് ലീഡർഷിപ്പ് ആയിട്ടുള്ള കോച്ചുകളെ ട്രെയിൻ ചെയ്യുന്ന കോച്ച് എന്നുള്ള അതിന്റെ അർത്ഥം. നിങ്ങളെ വിളിക്കുമ്പം എന്താണ് അത് പറയാം? ആ ഡെസിഗ്നേഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, എന്ത് പക്ഷെ ഇപ്പൊ വ്യക്തി അറിയണം. ഇപ്പൊ ചെയ്യണം. നമ്മള് എന്തായിരിക്കും നിങ്ങളുടെ ഡെസിഗ്നേഷൻ? എനിക്ക് അറിയില്ല സാർ, പറഞ്ഞു തരാൻ അറിയില്ല. ഓക്കെ, അത് ഇപ്പൊ നിങ്ങൾ ഡിവോഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ റെഡിയാണോ നിങ്ങൾ? ഡിവോഴ്സിലും റെഡിയാണ്. ഇപ്പോ ഒരു ഇൻസിഡന്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇൻസിഡന്റ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് വിചാരിക്കുക. അതിനെങ്ങനെ ഫേസ് ചെയ്യണം? അതിപ്പോ ഒരു മരണം ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അതിനെ ഫേസ് ചെയ്യാൻ എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം? അതിനെന്താ പേര് അപ്പൊ പറയാം? അതൊക്കെ അതിനെന്താ പേര് പറയാം? എനിക്കത് ആ ഒരു ഇല്ല, റൂട്ട് അത് എനിക്ക് അറിയണല്ലോ. അറിയുന്നില്ല. ഇല്ല, അതിനൊരു പേരുണ്ടാവുമല്ലോ. അതിനൊരു പേരുണ്ടാവില്ല. ഒന്ന് ഡിവോഴ്സ് പറഞ്ഞു നിങ്ങൾ നേരത്തെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വേറെ ആ ഇതേപോലത്തെ കുറെ സംഭവങ്ങൾ കൂടെ പോകുന്ന വ്യക്തികൾ എല്ലാവരും പോകും. ഇവന്റ്സ് എന്ന് അതിന് ആ പറയാം. അപ്പൊ അതിനെന്താ ആ നിങ്ങൾ പേരിടാ? ആ ഒരു ഏരിയക്ക് എന്താ നിങ്ങൾ പേരിടാ? ആ പേര് എനിക്ക് അറിയില്ല സാർ, അല്ല, അറിയില്ലാന്ന് പറഞ്ഞുതരാൻ പറയരുത്. അറിയില്ല. അറിയില്ലാന്ന് പറയരുത്. എന്തായിരിക്കും? അറിയില്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തവിടെ. എന്തായിരിക്കണം? ഉം. അതിനൊരു പേരിടാൻ ഞാൻ എന്താ എങ്ങനത്തെ പറയാ ആൾക്കാർ? സാർ? ഇപ്പൊ നിങ്ങളോട് ഒരു കുട്ടി വന്ന് ചോദിക്കുക എങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ അതിനൊരു 2 റീസൺ ഞാൻ പറഞ്ഞു. ഉം, ഒന്ന് ഡെത്ത്. ഉം, ഒരാള് പെട്ടെന്ന് എന്തെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരാകെ തളർന്നു. ഉം, അത് ഡൈവോഴ്സ് ആയി കഴിഞ്ഞാല് ഉം, ഒരാള് നഷ്ടപ്പെട്ടതിന് തുല്യാണ്. പക്ഷെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൂ, നമുക്കത് ഭയങ്കര ഫീൽ ചെയ്യും. ഉം. അപ്പൊ ഈ 2 കാര്യങ്ങളിൽ അപ്പൊ നിങ്ങൾ ഈ ഒരു എനിക്ക് കേസിന് മാത്രമാണോ ഡെത്തും അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള അല്ല, ഡിവോഴ്സിന് ഞാനൊരു മാത്രം? എക്സാമ്പിൾ 2 പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള കേസ്. അപ്പൊ എന്റെ ചോദ്യം അത് തന്നെയാണ്. അപ്പൊ എന്റെ ചോദ്യം വെച്ചാൽ അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിന് എന്താ വിളിക്കുക നിങ്ങൾ? എനിക്ക് സഹായിക്കാം, പക്ഷെ ഞാൻ സഹായിക്കാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്. അതെ, എന്താണ് അതിന് പറയാ? അവര്
അവർക്ക് കാരണം ഞാൻ രണ്ട് അതിന് മൂന്ന് എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പൊ വളരെ അധികം അറിയപ്പെടുന്ന കോച്ചസിന്റെ പേര് ഞാൻ പറയില്ല. ഒന്നുള്ളത് സാറ് women. ഉം, ഞാൻ സാർ എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം എന്താ വെച്ചാല്, ഉം, എനിക്ക് ആ ഒരു റൂട്ടിൽ കൂടെ പോണെന്നും എങ്ങനെയാവണമെന്ന് അറിയില്ല. എനിക്ക് അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അവർക്കൊരു നല്ലൊരു അന്തരീക്ഷം, അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ട് എന്നല്ലാതെ ഉം. എനിക്കതിന് പറ്റുമോ, എനിക്ക് കഴിവുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. അതെ എനിക്ക് അപ്പൊ മനസ്സിലായി. അതിനേക്കുള്ള ആഗ്രഹം നിങ്ങളെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. അപ്പൊ ആഗ്രഹം ഉണ്ടായിട്ട് സ്റ്റെപ്പ് എടുക്കണ്ടേ? ആ റൂട്ട് ഒന്ന് എനിക്ക് സാറ് കാണിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അതിന് ശ്രമിക്കുള്ളൂ. അല്ല, ശ്രമിക്കല്ല, ഞാൻ ഉം. എടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഉം. ആഗ്രഹം എന്റെ മനസ്സിൽ നിന്ന് അത് എന്താ പറയാ, അത് ആ ഡ്രീം എനിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എന്നെ കൊണ്ട് നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ? ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഫേസ് ചെയ്ത് ഞാൻ അതിൽ ഹാപ്പി കണ്ടെത്തിയ ഒരാളാണ്. നിങ്ങൾ ചിലപ്പോൾ ഡിവോഴ്സിൽ കൂടെ പോയായിരിക്കും, എനിക്കറിയില്ല. അല്ലെങ്കിൽ ആ എന്റെ സാഹചര്യം കണ്ട ഒരാളായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഹസ്ബൻഡാന്ന് പറഞ്ഞു ഇപ്പൊ നേരത്തെ. പക്ഷെ നിങ്ങൾ ഓക്കെ, ചിലപ്പം അത് ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ള ആളായിരിക്കാം, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ശരിയല്ലേ? ഞാൻ ഒറ്റപ്പെട്ട് ഞാൻ എന്റെ ഒരു ഞാൻ പറഞ്ഞ ദിശ ഞാൻ മാറിയെന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്, ഞാൻ ഒറ്റപ്പെട്ട് നിന്നൊരു വ്യക്തിയാണ്. ഉം, അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ചാൻസുകളും എനിക്ക് ഉം, ഒരുപാട് അവസരങ്ങളും വന്ന്, പക്ഷെ അതിൽ നിന്നൊന്നും വ്യത്യസ്തമായിട്ട് ഉം, സ്വന്തം അതിൽ നിന്ന് എങ്ങനെ നേടിയെടുക്കാം, നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താന്ന് ഒറ്റയ്ക്ക് സ്വയം കണ്ടെത്തി ഉം, സന്തോഷം കണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അതില് ഇപ്പോ ഹാപ്പിയാണ്. അപ്പൊ ഉം, അതുപോലെ ഒരു പ്രയാസങ്ങള്, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, ഉം, അവർക്ക് ചേർന്ന് നിൽക്കാൻ ആരുമില്ലാത്ത, ഉം. അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷെ അത് എനിക്ക് ഞാനത് എനിക്ക് ആകെ എക്സ്പീരിയൻസ് ഉള്ളത് എന്റെ ലൈഫിൽ ഞാൻ അതിൽ വിജയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, മറ്റൊന്നുമില്ല. ലൈഫിൽ ഞാനത് ഉം. നേടിയെടുത്തു എന്നുള്ള മാത്രം ഒരു ക്വാളിഫിക്കേഷൻ എനിക്കുള്ളൂ. വേറെ എഡ്യൂക്കേഷൻ ആയിട്ട്. അതല്ലേ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ? പക്ഷെ അത് എവിടെ ഞാൻ അംഗീകരിക്കുന്നില്ല. ചോദിക്കട്ടെ നിങ്ങളോട്, അതല്ലേ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ? അതായത് നിങ്ങൾ അത് ഞാൻ നേടിയെടുത്തു. വിശ്വസിക്കുന്ന അതാണ്. കാരണം നമുക്ക് എന്താ വേണ്ടത് വെച്ചാല്, നമ്മളെ തെറ്റ് തിരുത്തി നമ്മളെ ജീവിതത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതന്നെയാണ് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ഞാൻ ഒരാളെ വ്യക്തിയാണ്. പേര് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ആദ്യം പേര് പറയണ്ടെന്ന് വിചാരിച്ചു. ഒരാളെ പേര് ഫെബിൻ എന്നാണ് പേര്. ആ ഫെബിൻ പി, ആ പെരുന്തൽമണ്ണുള്ള. ആ ആ ഫെബിൻ പി ഇതേപോലെ നിങ്ങളിപ്പോൾ പോയ സിറ്റുവേഷനിൽ കൂടെ പോയ വ്യക്തിയാണ്. ആ ആ ഇതേപോലെ എൻ്റെ ഒപ്പം ഇരുന്നിട്ട് അതിൽ ക്ലാരിറ്റി വന്നിട്ട് ഇന്ന് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇമ്പോസ്റ്റർ സിൻഡ്രം കോച്ചാണ്. നിങ്ങൾ പോയി നോക്കിയാൽ മതി. മാഷാ അല്ലാ. രണ്ടാമത്തെ ഉം കേസ് ഉം പറഞ്ഞുതരാം. ഈ ആളുടെ പേര് ഷമീറ ബുഖാരി എന്നാ. യൂട്യൂബിൽ നോക്കിയാൽ ഉം അറിയാം. ഉം 2 ദിവസം കൊണ്ട് ഉം 2-3 മില്യൺ ആൾക്കാർ കണ്ട വീഡിയോ ഉണ്ട്. എന്റെ ഗർഭപാത്രത്തിലേക്ക് വിരല് കടത്തി എന്ന് പറഞ്ഞിട്ട് എന്തോ അങ്ങനെ ഒരു ഡയലോഗ്, ഒരു ഹെഡ്. സാറ് ആരോട് പറഞ്ഞത് ആ കേട്ടിട്ടുണ്ട്. അപ്പൊ ഓക്കെ. ആ അവര് ഇന്ന് വുമൻസ് എംപവർമെന്റ് കോച്ചാ. മനസ്സിലാക്കാതെ വലിയ വലിയ സ്റ്റേജ് ഓക്കെ. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. മൂന്നാമത്തെ ആ കേസ് ആ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദുബായിൽ വളരെയധികം അറിയപ്പെടുന്ന നിമ്മി എന്ന് പറഞ്ഞിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഓക്കെ. കോച്ചാണ്. അത് ആ ആ ആ. അവരൊക്കെ ജീവിതത്തിൽ കൂടെ വന്നതാണിത്, അല്ലാതെ വേറെ പോയി പഠിച്ചതല്ല. അപ്പൊ എനിക്ക് എന്റെ അടുത്ത് ഈ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എന്റെ അടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ആ എക്സ്പീരിയൻസ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതിന് നിങ്ങൾ അതുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ സൈഡായിട്ട് വെറുതെ ഒരു 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 ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ഞാൻ ഫസ്റ്റ് എനിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് ഉം. ഒരു ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഓക്കെ, അതിനുവേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? 3 സ്റ്റെപ്പ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതുവരെ? എനിക്ക് അങ്ങനത്തെ ഒരു ചാൻസ് ഇതുവരെ അത് കിട്ടിയില്ല, കിട്ടിയിട്ടില്ല. ഇന്നലെ വരെ കിട്ടിയില്ല. ഇന്ന് മുതൽ കിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്നെ കൊണ്ട് പരമാവധി അവരെ എത്രത്തോളം അവർക്ക് ബെറ്റർ ആക്കാൻ പറ്റുമോ ആരെ അത്രത്തോളം. ബെറ്റർ ആക്കണം? നിങ്ങൾ എന്റെ മുന്നിൽ ഇപ്പോ ഒരു ഡൈവോഴ്സ് ആയ ഒരു വ്യക്തി ആരും വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വരില്ല. ആദ്യത്തെ ആരും വരില്ല നിങ്ങളുടെ മുമ്പിൽ. ഞാൻ അത് തുറന്നു പറയാണ്, ആരും വരില്ല. നിങ്ങൾ ആരാന്ന് അറിയുന്ന വരെ ആരും വരില്ല. ശരിയല്ലേ? ഉം. ആ ഓക്കെ. അതാ ഞാൻ ആദ്യം പറയില്ല. പറഞ്ഞത്. അതാ ആ ഞാൻ അത്
നമ്മൾ അതിലേക്ക് എത്തിപ്പെടാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതിനാദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം നിങ്ങൾ ആരാന്നുള്ളത്. അതാ ഞാൻ ആദ്യം നിങ്ങളോട് ഡെസിഗ്നേഷന്റെ കാര്യം പറയാൻ കാരണം അതാണ്. അത് ഐഡന്റിഫൈ ചെയ്തതിൽ ആരും തന്നെ ഞാൻ നിങ്ങൾക്ക് ഏത് തരം കേസാണ് ഞാൻ അറ്റൻഡ് ചെയ്തെന്ന് മാത്രം ഞാൻ ആ സാറോട് പറയണം. അതെ എന്താ അത് പറയണം. ഏത് കേസ്? അത് അത് പറയണം. അത് ഒന്ന് മാത്രം പാടുള്ളൂ, ഒന്നിന് മേലെ വരാൻ പാടില്ല. ഇപ്പൊ വരാൻ നേരത്തെ പാടില്ല. ഞാൻ പറഞ്ഞത് വിമൻസ് എംപവർമെന്റ് കോച്ച്, ആണുങ്ങളെ എടുക്കൂല, സ്ത്രീകളെ മാത്രം എടുക്കണം, ഷമീറ ബുക്കാരി. മറ്റേ ഞാൻ പറഞ്ഞത് ഇമ്പോസ്റ്റർ സിൻഡ്രോം, വേറെ ഒരു കേസ് എടുക്കില്ല, ഇമ്പോസ്റ്റർ സിൻഡ്രോത്തിന്റെ കേസ് മാത്രമേ എടുക്കുള്ളൂ. മറ്റേത് മാനിഫെസ്റ്റേഷൻ. എനിക്ക് എന്റെ ഒരു ഇത് വെച്ചിട്ട് വെറും ലേഡീസ് മാത്രം, മെയിൽ ഓർ ഫീമെയിൽ, ഞാൻ റെഡിയാണ്. ഓക്കെ. പിന്നെ അതിന് അപ്പൊ മെയിലും ഫീമെയിൽ ആണെങ്കിൽ പിന്നെ അത് വളരെ കൃത്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫീമെയിൽ മാത്രമാണെങ്കിൽ പറയണം. ഉദാഹരണം ഞാൻ വീണ്ടും പറയാം. ആദ്യത്തെ ഞാൻ പറഞ്ഞ ഇമ്പോസ്റ്റർ സിൻഡ്രോം, അത് ആണുങ്ങൾക്കാവും. ഫീമെയിൽ എനിക്ക് എന്താ വെച്ചാല് മെയിൽ ഓർ ഫീമെയിൽ, എനിക്ക് വെറും ഫീമെയിൽ മാത്രം ഞാന് അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് രണ്ടും കൂടെ ചെയ്യാൻ എനിക്ക് കഴിയും. ഓക്കെ, അപ്പം പിന്നെ പേരെന്താ എടുക്കണ്ടേ? എന്ത് ചെയ്യും നിങ്ങൾ? എന്താണ് അവർക്ക് കൊടുക്കണത്? എന്താണ് എൻഡ് റിസൾട്ട് നിങ്ങൾ കൊടുക്കുന്നത്? ഇതിപ്പോ ഫെയിലിനും ഒരു ഡൈവോഴ്സ് പറ്റാം, അല്ലെങ്കിൽ മെയിലിനും ഫീമെയിലിനും പറ്റാം, രണ്ടുപേർക്കും പറ്റില്ലേ? മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് എൻഡ് റിസൾട്ട് അങ്ങനെയുള്ളവർക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ ചെയ്തു കൊടുക്കണത്? എന്താണ് കൊടുക്കണത്? അതാ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. എന്താണ് കൊടുക്കണത്? അവർക്ക് എങ്ങനെ അതിൽ നിന്നും, ആ ഒരു പ്രയാസത്തിൽ നിന്നും മുന്നോട്ട് പോവാം. അപ്പൊ എന്താണ് അതിനെന്താ പറയാ? അതിനെന്താ പറയാന്ന് എനിക്കറിയില്ലല്ലോ. ഡിവോഴ്സ് ഹാപ്പിനെസ് ആണോ നിങ്ങൾ കൊടുക്കുന്നത്? അപ്പൊ ആൾക്കാർ നിങ്ങളെ തീരെ വരാതാവും. ഡിവോഴ്സും അതിന്റെ ഒപ്പം ഹാപ്പിനെസ് ആയി കഴിഞ്ഞാൽ തീരെ വരില്ല. എന്താണ് നിങ്ങൾ അങ്ങനെയല്ല, ഡിവോഴ്സ് ഹാപ്പിനെസ് അല്ല. അങ്ങനെ ഡിവോഴ്സ് ചെയ്ത ഒരു വ്യക്തി അതിൽ നിന്നും എങ്ങനെ, എന്തെന്നാ അതിന് പറയാ, അതിൽ നിന്ന് എങ്ങനെ അവര് എന്ത് പറയും? നിങ്ങൾ വേറെ ആരും സഹായം എടുക്കരുത്. നിങ്ങൾ എന്നെ പറയണം. ഞാൻ പോലും പറയില്ല നിങ്ങൾക്ക്. ഞാൻ പോലും സഹായിക്കാൻ പോകില്ല. നിങ്ങൾ എന്നെ പറയണം എന്താണത്. അതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മളെ ഡൈവോഴ്സ് ചെയ്ത ഒരു വ്യക്തിക്ക് അത് എന്റെ അടുത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പൊ ഇത് ശരിക്കും നിങ്ങൾ പറഞ്ഞ പോസ്റ്റ് ഡിവോഴ്സ് അല്ലേ? ഡിവോഴ്സ് കഴിഞ്ഞാണ് നമ്മൾ പോസ്റ്റ് ഡിവോഴ്സ് എന്ന് പറയാം. മനസ്സിലായില്ലേ? പോസ്റ്റ് പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പ്രസവം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞില്ല. അതേപോലെ ഇത് പോസ്റ്റ് അല്ലേ? അതായത് ഒരു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ആൾക്കാർക്കല്ലേ? അങ്ങനെയുള്ളവരും ഇതില് പെടണം. പിന്നെ അതുപോലെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോ? എല്ലാം അങ്ങനെ ചെയ്ത്, ഞാൻ എക്സാമ്പിൾ മാത്രമേ അത് പറയുന്നുള്ളൂ. ഇപ്പൊ ഒരു പ്രയാസത്തിലാണല്ലോ, അവർക്ക് എങ്ങനെ അതിൽ നിന്നും. അല്ല ശരിക്കും എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. പ്രയാസം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള പ്രയാസമാണോ, അല്ലെ വേറെ എന്ത് പ്രയാസം അവിടെ? അല്ല, ഒരാൾക്കിപ്പോ നമുക്കിപ്പോ ഒരു വേറെ എക്സാമ്പിൾ എടുക്കാം. അപ്പൊ ഒരു ജോലി പോയിരിക്കുകയാണ് ഒരാള്, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, നമ്മളാകെ തളർന്നിരിക്കും. അവര് കൈപ്പിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്താ പറയാ? അപ്പൊ ഇപ്പൊ നിങ്ങൾ ഡിവോഴ്സ് മാറി, അപ്പൊ ഇതിനെന്താ പറയാ? അല്ല, ഡിവോഴ്സ് മാറിയെന്നില്ല സാർ. ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രയാസത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യം വന്ന് അവർക്ക് അതിൽ നിന്ന് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടക്കാം, അതിനുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്ന ലോൺലിനെസ് എന്നുള്ള ഒരു സൊല്യൂഷൻ ആണോ? ലോൺലിനെസ് എന്നുള്ള സൊല്യൂഷൻ ആണോ? ഒറ്റക്ക് നിൽക്കണമെന്ന ഒരു സൊല്യൂഷൻ ആണോ? ഇപ്പൊ നിങ്ങൾ മാറി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ക്ലാരിറ്റി ഇല്ല, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ ലോൺലിനെസ് എന്നുള്ള സൊല്യൂഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നത്? ഒറ്റപ്പെടുന്ന നിൽക്കുന്ന സൊല്യൂഷൻ ആണോ നിങ്ങൾ കൊടുക്കുന്നത്? നമുക്കിപ്പോ ഇനിയിപ്പോ ഞാൻ ഡൈവോഴ്സ്, വേറെ ഉദാഹരണം കുറെ പറഞ്ഞു. ഞാൻ ചോദിക്കണത് നിങ്ങളോട്, ഒറ്റപ്പെടുന്ന ഒരാൾക്ക് ഇത് സ്വാതന്ത്ര്യം കൊടുക്കണ അതാണോ നിങ്ങൾ കൊടുക്കുന്നത്? സ്വാതന്ത്ര്യമല്ലേ കൊടുക്കണേ, അവർക്കൊരു താങ്ങും തണലായിട്ട്. എന്താണ് അതിന് പറയാം? എന്റെ മലയാളം ശരിയല്ല. സ്വാതന്ത്ര്യം എന്താണ്? സ്വാന്തനം എന്താന്ന് പറയല്ലോ? സ്വാതന്ത്ര്യം അതാണോ കൊടുക്കണത്? അതെ. അതൊരു 16 വയസ്സിലെ കുട്ടിക്കും അത് ചെയ്തു കൊടുക്കണ്ടോ നിങ്ങള്?
എനിക്കത് സാറ് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡ്രീം എന്ന് പറഞ്ഞ ഒരാളെ അല്ല ഹെൽപ്പ് അല്ല ചെയ്ത് കൊടുക്കുക. വെയിറ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. കാരണം ഐ വോണ്ട് യു ടു ഗെറ്റ് ഓൺ ദ ട്രാക്ക്. ഇത് 16 വയസ്സുള്ള കുട്ടി വന്നാൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചോദിക്കുന്നത്. എന്റെ അടുത്ത് കൊണ്ട് മാനസികമായി വേറെ ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. പ്ലീസ് മൈക്ക് ഓഫ് ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് 16 വയസ്സുള്ള ആൾ വന്നാലും നിങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ചോദിക്കുന്നത്. ഇപ്പോ എന്റെ ഒരു കൺസെപ്റ്റില് ഏജ് ലിമിറ്റ് ആണെങ്കില്, അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരാൾക്ക് ഇപ്പോ 18 വയസ്സായ കല്യാണം കഴിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ വീണ്ടും കല്യാണത്തിലേക്ക് വന്നു. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ എവിടെ പോകണ്ടെന്നുള്ളത്. നിങ്ങൾ യോ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്. നിങ്ങൾ ഇത് അവിടെ ഇവിടെ ഒക്കെ പോകേണ്ടത് നിങ്ങൾ കറക്റ്റായിട്ട് പറയാം. നിങ്ങളിപ്പോൾ വീണ്ടും കല്യാണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കുറച്ച് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഏകാന്തത എന്നും പറഞ്ഞു. യു ഡിസൈഡ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഐ ടെൽ യു, ഐ ഗ്യാരണ്ടി യു. ഞാൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞത്. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ എന്തെല്ലാം എക്സ്പേർട്ട് എന്നുള്ളത്. നിങ്ങൾ ഒറ്റപ്പെടുന്ന ആൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ വരാൻ പോകില്ല. നിങ്ങളൊരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യണം. 4 ആൾക്കാർ വരുള്ളൂ നിങ്ങളടുത്തേക്ക്. അത് നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വേണ്ടില്ല, നിങ്ങൾ അത് പ്രൊഫഷണൽ ആക്കുകയാണെങ്കിൽ വേണ്ടില്ല. നിങ്ങൾ അത് ഡിസൈഡ് ചെയ്യണം. ഏതാ നിങ്ങൾ നീഷ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. നീഷ് ഇല്ലാതെ നിങ്ങൾക്ക് ആരും തന്നെ വരാൻ പോകില്ല. ഒരു വ്യക്തി വരില്ല. നിങ്ങൾ കുടുംബക്കാർ പോലും നിങ്ങളടുത്ത് വരില്ല. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനത്തെ പെയിനാണ് നിങ്ങൾ അഡ്രസ് ചെയ്യണത്. ഒറ്റപ്പെട്ടുള്ള പെയിൻ ആണെങ്കിൽ അത് പറയാ, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിന്റെ കേസാണ് അത് പറയാ. ഏതാണുള്ള കറക്റ്റായിട്ട് പറയാം. ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു കേസ്. ഏത് പ്രായക്കാരാ അവര്? എനിക്ക് ഒരു പ്രായം, അതിൽ എനിക്ക് ഒരു എല്ലാ പ്രായക്കാരെയും ഞാന് നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആണ്. എക്സ്പേർട്ട് ആണ്. ഓക്കെ. അപ്പം ഒറ്റപ്പെടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ എന്താ കൊടുക്കുക? സമാധാനം കൊടുക്കും അവർക്ക്. അതെ, എന്താണ് അവർക്ക് നിങ്ങൾ സമാധാനം കൊടുക്കില്ല, ആള് വരില്ലല്ലോ നിങ്ങളടുത്ത്. നിങ്ങൾ സമാധാനം കൊടുക്കോ? തീർച്ചയായും കൊടുക്കും. നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ സമാധാനത്തിനുള്ള ഇംഗ്ലീഷ് വാക്ക് എന്താ? നിങ്ങൾ പറയാം. വേറെ ആരോടും ചോദിക്കണ്ട, നിങ്ങൾ പറയാം. എന്താ സമാധാനത്തിനുള്ള ഒരു വാക്ക്? അവര് ഹെൽപ്പ് ചെയ്യുക. അല്ല, അതിനെന്തൊരു വാക്ക്? ഹെൽപ്പ് എന്നല്ല, ആ സമാധാനം എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ. അപ്പൊ സമാധാനം ഹെൽപ്പ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയാ? സഹായം. ഓക്കെ. സഹായവും മറ്റൊന്നും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ സമാധാനം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ പറയാം, എന്താണ് അതിന് വാക്ക്? എന്താ സമാധാനം? മലയാളത്തിൽ പറയാം. നമ്മൾ മലയാളത്തിൽ പറയാം. നിങ്ങളുടെ പേര് XYZ ആന്ന് വിചാരിക്കുക. നിങ്ങളുടെ പേര് പറയണ്ട. നിങ്ങളുടെ പേര് XYZ ആണെന്ന് പറയാം. നിങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ വാക്കിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്തായിരിക്കും? മലയാളത്തിൽ പറയും. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോ, ഇംഗ്ലീഷ് പറയണ്ട, മലയാളത്തിൽ പറയും. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഡെസിഗ്നേഷൻ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ക്ലിയർ ആകാൻ പോകുന്നില്ല. അത് ആദ്യം ക്ലിയർ ആണോ? എന്താണ് നിങ്ങൾ? ഡെസിഗ്നേഷൻ എനിക്ക് പറഞ്ഞുതരാം. അപ്പൊ സാർ നിങ്ങളിപ്പോ ഓരോ കാര്യം പറഞ്ഞല്ലോ. കല്യാണം എന്ന് പറഞ്ഞു, ഡിവോഴ്സ് പറഞ്ഞു, ഒറ്റപ്പെടൽ പറഞ്ഞു, എല്ലാം സഹായിക്കലൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ അതിന് എന്താണ് ഏകോപിപ്പിച്ചിട്ട് ഒരു പേര് പറയും. നിങ്ങള് പേര് എനിക്ക് കണ്ടെത്താൻ കഴിയണില്ല. അങ്ങനെ പറ്റോ? അങ്ങനെ എനിക്ക് എന്താ പറയാ, അങ്ങനെ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ കഴിയോ? അതല്ല, അത് നിങ്ങളാണ് ചോദിക്കേണ്ടത്. കയ്യോ ഇല്ല എന്നുള്ളത് നിങ്ങളാ ചോദിക്കുക, ഞാനല്ല. അത് നിങ്ങൾക്ക് കയ്യോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആണെന്ന് ചോദിച്ചു. നിങ്ങൾ തന്നെ പറഞ്ഞു എക്സ്പേർട്ട് ആണെന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് 5 മിനിറ്റ് മുമ്പ് ഞാൻ ചോദിച്ചു കുട്ടികളും ചെയ്യാൻ പറ്റും, നിങ്ങൾ തന്നെ പറഞ്ഞു എക്സ്പേർട്ട് ആണെന്നുള്ളത്. അപ്പൊ കയ്യോ കഴിയില്ല എന്നല്ല, നിങ്ങൾ എക്സ്പേർട്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് ആഗ്രഹമാണ്. ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇപ്പൊ എന്റെ മുന്നിൽ അങ്ങനത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ ചെയ്ത് അതിനെന്തൊക്കെ ഞാൻ ഇനി പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അത് പഠിച്ച് അവർക്ക് ഒരു വഴി കണ്ടെത്തി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതിന് പേര് വേണ്ട. നിങ്ങള് നല്ല ആൾക്കാർ വരുള്ളൂ, അല്ല ആള് വരാൻ പോണില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും സാർ? നിങ്ങൾ പറയും. നിങ്ങൾ അതിനെന്താ നിങ്ങളുടെ ഡെസിഗ്നേഷൻ നിങ്ങൾ തന്നെ പറ. എന്താണ് നിങ്ങളെന്ന് പറ. നിങ്ങൾക്ക് നിങ്ങൾ ആരാന്നുള്ള അറിയില്ല എന്നാ. ഇതിനാണ് പേർപ്പസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയല്. നിങ്ങൾ ആരാന്ന് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ വേറെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, നിങ്ങൾ CEO ഓഫ് ദ കമ്പനി എന്ന് പറയും, അല്ലെങ്കിൽ ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങളാണ് കമ്പനി. നിങ്ങൾക്ക് നിങ്ങളോടൊരു പേരിടാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു കോച്ച് ആവാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സ്പീക്കറോ ടീച്ചറോ എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത്?
എന്താണ് എന്താ ആവാൻ ആഗ്രഹിക്കണേ ആ ഏരിയയിൽ, ആ സെഗ്മെന്റില്? അത് നിങ്ങൾ പറയും എന്താ ആവാൻ ആഗ്രഹിക്കണം, അതിലെന്താണ് നിങ്ങൾ എക്സ്പേർട്ട് ആവാൻ ആഗ്രഹിക്കണം, അതിനെ കുറിച്ച് അതിലൊരു സംസാരിക്കണം. അതിലൊരു കോച്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കോച്ച് എന്നുള്ള പദം നമുക്ക് അവസാനം കൊടുക്കാം. ഓക്കെ, എങ്ങനത്തെ എന്ത് കോച്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്ത് കോച്ചാണ്? എന്താണ് അതിന്റെ സ്പെസിഫിക് ആയിട്ട് റിസൾട്ട് എന്താ കൊടുക്കുന്നത്? ഹാപ്പിനെസ് ആണോ, പീസ് ആണോ, എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? ഹാപ്പിനെസ്. ഹാപ്പിനെസ്. ഓക്കെ ഓക്കെ. എനിക്ക് പറയാനുള്ളത് സാർ എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലൈഫ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, വേറെ എനിക്കൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്, എനിക്കത് അറിയില്ല. എനിക്ക് 0 എന്ന് പറയാൻ പറ്റും, എനിക്ക് 10 എന്നും പറയാൻ പറ്റും. എനിക്കൊന്നും അറിയില്ല. എനിക്ക് നിങ്ങൾ ആരാന്ന് പോലും അറിയില്ല, നിങ്ങൾ പേരും അറിയില്ല, സ്ഥലം അറിയില്ല, എക്സ്പീരിയൻസ് അറിയില്ല, ഒന്നും തന്നെ എനിക്കറിയില്ല. അത് ചോദിക്കുന്നത് നിങ്ങളാണ്. അത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ചോദിക്കുന്നത് നിങ്ങളാ. ശരിയല്ലേ? അത് വിശ്വസിക്കണോ നിങ്ങൾ? എനിക്ക് പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ വിശ്വാസം എന്താ? 0 മുതൽ 10 വരെ നിങ്ങളുടെ വിശ്വാസം എന്താ? എനിക്കൊരു 9% എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് പറ്റും. അപ്പൊ നിങ്ങൾ പേടിക്കണ എന്തിനാ? ആരെ പേടിക്കണ? ആരെ എന്തും പറയുന്ന വിചാരിച്ചിട്ടാണോ? ഇല്ലല്ലോ, ആ പേടിയില്ലല്ലോ. ഇപ്പൊ നാളെ ഒരാൾ വരാണെങ്കിൽ, നിങ്ങൾക്ക് കോച്ച് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. പിന്നെ എന്ത് പേടി നിങ്ങൾക്ക്? നിങ്ങൾ ഒരു പേടി പോലും, ആരെങ്കിലും പേടി കാണുന്നുണ്ടോ അവിടെ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്യാം. വല്ല പേടി കാണുക? ഒരു പേടി കാണില്ല നിങ്ങളിൽ. ഞാൻ ഒരു പേടിയും കാണില്ല. ഞാൻ നിങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ മാത്രം ആഗ്രഹിക്കണുള്ളൂ ഇവിടെ. നിങ്ങൾക്ക് ഒരു പേടി, നിങ്ങൾക്ക് ആരും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു ഡെസിഗ്നേഷൻ കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അല്ല, അത് നമ്മളിപ്പോ കണ്ടുപിടിക്കും. പേടിക്കണം എന്തിനാ? ഞാൻ ഉണ്ടല്ലോ, കണ്ടുപിടിക്കും. നിങ്ങൾ കോച്ച് ആവാൻ ആഗ്രഹിക്കില്ലേ? തീർച്ചയായും അപ്പൊ അത് അവസാനത്തെ പദം നമുക്ക് കോച്ചിന് കൊടുക്കാം. രണ്ടാമത് നിങ്ങൾ എന്താ കൊണ്ടുവരുന്നത്? അവരിൽ എന്താ കൊടുക്കുന്നത്? പീസ് ആണോ, ഹാപ്പിനെസ് ആണോ, അല്ലെങ്കിൽ ട്രാങ്ക്വിലിറ്റി ആണോ? എന്താണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്ക്. സിമ്പിൾ ആയിട്ട് ആദ്യത്തെ നിങ്ങൾ ഇത് കോച്ച് എന്നുള്ള അവസാനത്തെ വാക്കായിരിക്കും കോച്ച്. നടുവിലത്തെ ഒരു വാക്ക് ഒന്നിലും പീസ് എന്നായിരിക്കണം, അതായത് സമാധാനം, അല്ലെങ്കിൽ ഹാപ്പിനെസ്, അതായത് എന്താണ് ഹാപ്പിനെസ്? സന്തോഷം, ട്രാങ്ക്വിലിറ്റി. അപ്പൊ നിങ്ങൾ എന്താണ്? ഹാപ്പിനെസ്. അപ്പൊ നിങ്ങൾ സന്തോഷം കൊണ്ടുവരുന്ന ഒരു കോച്ച്, ഹാപ്പിനെസ് കോച്ച്, അതാണോ ആഗ്രഹിക്കുന്നത്? ആ പേരിൽ സന്തോഷം ഉണ്ടോ? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടോ? ഈ പേര് ഇപ്പൊ നിങ്ങളെ പേര് XYZ എന്ന് വിളിക്കുക. അപ്പൊ അടുത്ത സ്റ്റേജിൽ വരുന്നത് മിസ്സസ് XYZ ഹാപ്പിനെസ് കോച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാ? അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിന് ഇഷ്ടപ്പെടണമെങ്കിൽ വേറെ എന്താണ് ഇതിൽ മസാല ചേർക്കേണ്ടത്? അതാണ് ഞാൻ ചോദിക്കണത്. വേറെന്താ ചേർക്കണ്ടേ? നിങ്ങൾ പറ, നമുക്ക് ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം. പറയും, വേറെ എന്താ ചെയ്യേണ്ടത്? ഹാപ്പിനെസ്. ഓക്കെ, പക്ഷെ അത് സെറ്റ് ആവുന്നുണ്ടോ സാർ? ഏത് ഹാപ്പിനെസ് കോച്ച്? എനിക്കറിയാം, ഗിരി എന്ന് പറഞ്ഞ ആളുടെ ഹാപ്പിനെസ് കോച്ച് ഞാൻ അറിയുന്ന ആളിന്റെ സ്റ്റുഡന്റ് ആണ്. തിരുവനന്തപുരത്താണ്. കേരള മുഴുവൻ ഹാപ്പിനെസ് കോച്ചിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹാപ്പിനെസ് കോച്ചാണ് പുള്ളി. അതെ, പുള്ളി ചെയ്യുന്നത് സ്ത്രീകൾക്കും ഈ കപ്പിളിന് വേണ്ടിയുള്ള ഹാപ്പിനെസ് ആണ്. പുള്ളി കപ്പിൾ ഹാപ്പിനെസ് കോച്ചാ. മനസ്സിലായില്ലേ? എങ്ങനെ ഹാപ്പിനെസ് ആക്കാം? ഓക്കെ, ഹാപ്പിനെസ് കോച്ച്. നിങ്ങൾക്ക് സന്തോഷമാണോ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നാളെ ഹാപ്പിനെസ് ഇല്ലാത്ത ആര് വന്നാലും നിങ്ങൾ അവർക്ക് ഹാപ്പിനെസ് കൊട്ടയിൽ കൊടുക്കും? അവർക്ക് കൊടുക്കാൻ പറ്റും. ഉറപ്പല്ലേ? തീർച്ചയായും. എത്ര ഹാപ്പിയാ നിങ്ങളിപ്പോ? ഒരു ഹാപ്പിനെസ് കോച്ച് എന്ന നിലയിൽ ഒരു പക്ഷെ വരാൻ പാടില്ല അവിടെ. പക്ഷെ വരാൻ പാടില്ല. ഞാൻ പഠിച്ചില്ല എന്ന് പറയാൻ പാടില്ല. ഓക്കെ, എന്താണ്, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ അത് അവര് ആക്സെപ്റ്റ് ചെയ്യാനും കൂടെ തയ്യാറാണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടോ? തീർച്ചയായും കഴിവുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഇവിടെ എന്തൊക്കെയാ പറയുന്നത്, നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ള എനിക്ക് ഒരു ഐഡിയ ഇല്ല. മനസ്സിലാണ്ടോ? നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യോ, ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളത് ഞാൻ അത് നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? എന്തായാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലേ? നിങ്ങൾക്ക് അത് 100% ഉറപ്പാണോ? തീർച്ചയായും. നിങ്ങൾ ഹാപ്പിയാണോ? അതെ, ഹാപ്പി. നിങ്ങളെ ഹസ്ബൻഡ് ഹാപ്പി ആവോ? എന്റെ ഹസ്ബൻഡ് ഹാപ്പി ആവും. എന്നാ പിന്നെ ഇത് ഏറ്റെടുക്കുക. റെഡിയാണോ? ഒരാളെങ്കിലും ഒരു ഹാപ്പിനെസ് കണ്ടെത്തിയ അതില് ഹാപ്പിയാണ്. മതിയല്ലോ. ഓക്കെ, ഞാൻ ഇപ്പൊ നിങ്ങളെ സംസാരം കേട്ടപ്പോ ഞാൻ ഹാപ്പി. എത്ര പേര് ഇവിടെ ഹാപ്പി ആയിക്കണേ? H എന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പേര് ഹാപ്പിയായി? ഇവരെ ഹാപ്പിനെസ് കണ്ട് എത്ര പേര് ഹാപ്പി എന്ന് H എന്ന് ടൈപ്പ് ചെയ്യാം. അതെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഹാപ്പി അല്ലേ?
ഓക്കെ, തീർച്ചയായും ഹാപ്പിയാണ്. Okay, എനിക്ക് thank അതന്നെ you. വേണ്ടത്. Okay, so thank you very much. Thanks a lot. Let's move on to the next caller, please. അപ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക, അടുത്ത ആൾ അൺമ്യൂട്ട് ചെയ്യാം.